Hi friends, welcome to Sagis kitchen. ഇന്ന് നമുക്ക് ഡ്രൈ ചില്ലി ഗോബി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്യാനുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു തിക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കോളിഫ്ലവർ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കി, ഉപ്പിട്ടിട്ട് വെള്ളം ചൂടാക്കി എടുത്തു. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒരു 5 മിനിറ്റ്സ് ഇട്ട് വെച്ചിട്ട് അത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഡ്രെയിൻ ചെയ്തെടുത്ത കോളിഫ്ലവർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി കൈ വെച്ചിട്ട് തന്നെ കോട്ട് ചെയ്യാം. നമ്മൾ നല്ലോണം ഈ ബാറ്ററിൻ്റെ ഇത് കോളിഫ്ലവർ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഈ കോളിഫ്ലവർ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ഇട്ട വഴിക്ക് നമ്മൾ ഇളക്കി കൊടുക്കരുത്. ഇട്ട വഴിക്കാണ് ഇളക്കി കൊടുത്താൽ കോട്ടിംഗ് ഒക്കെ ഇതിൽ നിന്ന് വിട്ടുപോരും. നന്നായി ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള എല്ലാം വറുത്തെടുക്കാം. കോളിഫ്ലവർ എല്ലാം നമ്മൾ വറുത്തെടുത്തു. ഇനി നമുക്ക് ഡ്രൈ ചില്ലി ഗോബി പ്രിപ്പയർ ചെയ്യാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്തെടുത്തല്ലോ, ആ ഓയിൽ തന്നെ ഒഴിച്ചാൽ മതി. അവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള അത് ചേർത്ത് കൊടുക്കാം. സവാള വേണമെങ്കിൽ ഒരു വലിയ ഡൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നന്നായി വഴഞ്ഞു. കാപ്സിക്കം ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് അത് ചേർത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ടേബിൾ സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം സോയാ സോസിൽ നല്ല ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഗോബി മഞ്ചൂരി നല്ല ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ചൊരു ഗ്രേവി വേണമെങ്കിൽ കോൺഫ്ലവർ നല്ല ഒരു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഗോബി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.